കനഗലുവിൻ്റെ റിപ്പോർട്ടിലും കനഗലു അതായത് കർണാടകത്തിലെ കോൺഗ്രസ്സുകാരനും എന്നാൽ മാനേജ്മെന്റ് കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ കാര്യങ്ങളിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന കനഗലുവിൻ്റെ റിപ്പോർട്ടിലും വയനാട് നടന്ന കോൺഗ്രസിന്റെ ദ്വിദിന അടിപൊളി സമ്മേളനത്തിൽ, ചെറിയ സമ്മേളനമല്ല അവർ നടത്തിയത്, വളരെ പോഷായിട്ടുള്ള ഒരു നല്ല സമ്മേളനമാണ് നടത്തിയത്. കാരണം ആളും അർത്ഥവും എല്ലാം, നല്ല ഭക്ഷണം, നല്ല ഹാള്, നല്ല പ്രസംഗങ്ങൾ, നല്ല പ്രസന്റേഷൻ, നല്ല ഒരുമ, അതാണ് കോൺഗ്രസിൽ ഇല്ലാതിരിക്കുന്നത്. നല്ല കൂട്ടായ്മ. ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ പോലും മച്ചാ നിന്ന് തോളിൽ നിന്ന് സെൽഫി എടുത്തുള്ള സൂപ്പർ മീറ്റിംഗ് ആയിരുന്നു. പക്ഷെ ആ മീറ്റിങ്ങിൽ ഏകദേശം 140 മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റായി. ആ ലിസ്റ്റിൽ ഇല്ലാത്തൊരു പേരാണ് സന്ദീപ് വാര്യർ എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ അറിയുന്നത്. രണ്ടാമത്, സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുത്താൽ സന്ദീപ് വാര്യർ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അത് പിണറായി വിജയനെ തെറി പറഞ്ഞതാകട്ടെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചതാകട്ടെ, പ്രിയങ്ക ഗാന്ധിയെ തെറി പറഞ്ഞതാകട്ടെ, സോണിയാഗാന്ധി അമ്മച്ചി എന്ന് വിളിച്ചതാകട്ടെ, പത്മജ വേണുഗോപാലിൻ്റെ തള്ളയ്ക്ക് പറഞ്ഞതാകട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ കിടപ്പുണ്ട്. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൻ്റെ ചിന്ത എന്താണെന്നറിയാവോ? അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കാര്യം വന്നപ്പോഴും ദിലീപിൻ്റെ കാര്യം വന്നപ്പോഴും ഇപ്പോഴും ഈ വരുന്ന ശബരിമല വിഷയം വരുമ്പോഴും ഒക്കെ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരു പൊതുബോധമുണ്ട് മലയാളിക്ക്. ഒരു നന്മയുടെ ബോധമാണ്. അതിപ്പോൾ ആർക്ക് സംഭവിച്ചു നോക്കിയിട്ടല്ല, അതിജീവിതയ്ക്ക് ഇത് വന്നപ്പോൾ എല്ലാവർക്കും ഒരു പൊതുബോധമുണ്ട്. അവർക്ക് നീതി കിട്ടിയിട്ടില്ല. ദിലീപ് ചിലപ്പോൾ നിരപരാധി ആയിരിക്കാം, അത് വേറെ വിഷയം, കോടതി പറയട്ടെ. പക്ഷെ എന്തോ ഒരു നീതി കുറവ് അതിജീവിതയ്ക്ക് ഉണ്ട് എന്നൊരു തോന്നൽ പൊതുബോധത്തിലുണ്ട്. അതുകൊണ്ടല്ലേ മോഹൻലാലും കൂടി അഭിനയിച്ചിട്ടും ഇതൊന്നും ആരും ചർച്ച ചെയ്തില്ല. എന്തുകൊണ്ടാണ് ചർച്ച ചെയ്തത് എനിക്കറിയില്ല. മോഹൻലാലൂടെ അഭിനയിച്ചിട്ടും ബബ്ബബ്ബ സിനിമ ബബ്ബബ്ബബ്ബ തന്നെയായി. എന്താ ഓടിയില്ലല്ലോ ഇവിടെ? എന്തുകൊണ്ട്? എന്നോട് പലരും തർക്കിച്ചു, ഇത് ഹിറ്റാവും സാർ നോക്കിക്കോ, ഇപ്പൊ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആവൂല. പ്രിൻസ് എന്താണ്, വേറൊരു സിനിമ ഇറങ്ങിയല്ലോ, ഈ യൂട്യൂബിനെ കുറിച്ചൊക്കെ ഒരു സിനിമ ഇറങ്ങി, പ്രിൻസ് എന്ന് പറഞ്ഞ്, എന്താ ഒരു പ്രിൻസ് ഫാമിലി, പപ്പടമായിപ്പോയി. മനോഹരമായ ചിത്രമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട ചിത്രമാണ്. പ്രത്യേകിച്ച് ന്യൂജൻ കുട്ടികളൊക്കെ കണ്ടിരിക്കുകയും ദൂരദർശനിലും ഒക്കെ വന്ന് എല്ലാവരും കാണേണ്ട ഒരു ചിത്രമാണ്. ഒരു അമിതമായ ഭ്രാന്ത് പോലെ യൂട്യൂബിൽ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫാമിലി സ്ട്രക്ചറിന്റെ തകർച്ചയൊക്കെയാണ്. നല്ല ചിത്രമാണ്, വളരെ വലിയ സന്ദേശമാണ്. ഒരുപക്ഷെ ഇത് ശ്രീനിവാസൻ മോഡലിൽ സത്യൻ അന്തിക്കാട് എടുത്തിരുന്നെങ്കിൽ ഇത് ഹിറ്റായനെ. അത്രയ്ക്ക് നല്ല സിനിമയാണ്. പക്ഷെ ജനങ്ങളുടെ അടുത്ത് ഓടിയില്ല. ജനങ്ങൾക്ക് ഈ പൊതുബോധം നിൽപ്പുണ്ട്. അതാണ് സനാതനധർമ്മം. എന്നോട് ചോദിച്ചാൽ ഇന്ത്യൻ ജനതയുടെ ഒരു സനാതന ബോധം എന്ന് പറയുന്നതാണ്. ഒരു പൊതുബോധമുണ്ട്. അല്ലെങ്കിൽ അന്യന് ഒരു അപകടം വരുമ്പോൾ, അല്ലെങ്കിൽ അതായത് സ്ത്രീക്കൊക്കെ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നിന്നൊക്കെ ഉരുണ്ടുരുണ്ട് ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും, അത് വേറെ കഥ. പക്ഷെ പൊതുബോധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു. ആന്റണി രാജു പൊതുബോധത്തിൽ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു. ഗണേഷ് കുമാർ മന്ത്രി ഇനി എത്ര ട്രാൻസ്പോർട്ടിന് ലാഭം ഉണ്ടാക്കിയാലും ഗണേഷ് കുമാറിന്റെ പേര് വേറെ രൂപത്തിൽ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. ജയിക്കും, മന്ത്രിയാവും, അതൊക്കെ ഉണ്ട്. പക്ഷെ പൊതുമണ്ഡലത്തിൽ VSന്റെ പേര്, VS അച്യുതാനന്ദൻ എതിർക്കുന്നവരുടെ പുറത്ത് പോലും അവരുടെ ഉള്ളിൽ പോലും VS എന്നൊരു സ്റ്റാമ്പുണ്ട്. അത് വേറെയാണ്. ഗാന്ധിജി വേറൊരു സ്റ്റാമ്പാണ്. ഓരോരുത്തരും ഓരോ പേരുകളെ ഞാൻ പറയുന്നത്. അപ്പം ഒരു മനുഷ്യന്റെ സംഭാവനകൾക്കനുസരിച്ച് സ്റ്റാമ്പ് ചെയ്യപ്പെടും. അത് സന്ദീപ് വാര്യരുടെ കേസിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഇത് നിന്നാൽ 8 നിലയിൽ പൊട്ടുമെന്ന് മാത്രമല്ല, തോറ്റ് തുന്നം പാടുമെന്ന് മാത്രമല്ല, കോൺഗ്രസിന് തന്നെ ആക്ഷേപമാണ്. ഇതുപോലെ 2 പേരുകളാണ് കോൺഗ്രസിൽ ആക്ഷേപം വരാൻ കിടക്കുന്ന 2 പേരുകളാണ്. ഒന്ന്, അഖിൽ മാരാർ മത്സരിക്കുന്നു കൊട്ടാരക്കരയിൽ എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ചാൽ അഖിൽ മാരാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കാരണവശാലും അഖിൽ മാരാരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആക്കരുത്. അതിലൂടെ ചീത്തയാവുന്നത് കോൺഗ്രസ് എന്ന പ്രസ്താവനയായിരിക്കും. ഇതുപോലെ വേറൊരു നേതാവ്, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പേര് ഓർമ്മ വരുന്നില്ല, മറ്റൊരു നേതാവും കൂടി, രാഹുൽ ഈശ്വർ ഇപ്പൊ വന്നല്ലോ. രാഹുൽ ഈശ്വർ, ഞാൻ കൊട്ടാരക്കരയോ ചെങ്ങന്നൂരോ തിരുവല്ലയോ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാം, എന്നെ കോൺഗ്രസ്സുകാർ സമീപിച്ചിരിക്കുകയാണ്, ഞാൻ ഗാന്ധിജിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആള് എന്നൊക്കെ പറഞ്ഞ് ആശാൻ തള്ളിയിട്ടുണ്ട്. ഒരു കാരണവശാലും രാഹുൽ ഈശ്വറിനെയോ അഖിൽ മാരാരെയോ ഒന്നും തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കരുത്. അതേസമയം രമേഷ് പിഷാരടി വേറൊരു തലത്തിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചു. ബോൾഗാട്ടി മറ്റവനെ മത്സരിപ്പിച്ചല്ലോ, രമേഷ് പിഷാരടിയുടെ കൂട്ടുകാരനെ മത്സരിപ്പിച്ചല്ലോ. അതൊക്കെ ഓക്കെ. പക്ഷെ മുകേഷ് മത്സരിച്ചു, ഗണേഷ്. പക്ഷെ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ചില വിഷയങ്ങളുണ്ട്. ആ പൊതുബോധത്തെ കൊഞ്ഞനം കുത്തി കാണിക്കരുത്. കൊഞ്ഞനം കുത്തി കാണിച്ചാൽ ജനങ്ങൾ കൈവയ്ക്കും. അതാണ് നമ്മുടെ ഒരു ചിന്ത. അതുകൊണ്ട് നമ്മുടെ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിത്വമുള്ള രാഷ്ട്രീയക്കാരനല്ല.
അയാൾ ഇപ്പോൾ ചെന്ന് KPCCയുടെ സെക്രട്ടറി ആയിട്ടും നേരം വെളുത്ത ഇരുട്ടുന്ന വരെ അദ്ദേഹത്തിൻ്റെ ജോലി ഇപ്പുറത്തെ പാത്രങ്ങളിൽ സ്വന്തമായി കിട്ടിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല, ഇപ്പുറത്തൊക്കെ കയറി ഇറങ്ങി അനാവശ്യമായ കാര്യങ്ങൾ പറയുന്ന ഒരു പക്വതയില്ലാത്ത നാലാംകിട രാഷ്ട്രീയക്കാരനെ പോലെ ചിലരെ പ്രസംഗിക്കാൻ കൊണ്ട് നിർത്തുമ്പോൾ അവർ മസാല പ്രസംഗം നടത്തും. എന്തിനാന്ന് പറഞ്ഞാൽ മുഖ്യ പ്രാസംഗികൻ വരുമ്പോൾ, മുഖ്യ പ്രാസംഗികൻ കുറച്ച് ഗൗരവമായി പറയുന്ന ഒരു പ്രാസംഗികൻ വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി മസാല പ്രാസംഗികൻ ഇറക്കും. അതുപോലത്തെ ഒരു മസാല മൈതാന പ്രാസംഗികനായി സന്ദീപ് വാര്യർ മാറരുത്. അത് അപഹാസ്യതമാണ്. കുറെ കൂടി സുതാര്യമായ വ്യക്തിത്വമുള്ള ജീവിതം നയിച്ചില്ലെങ്കിൽ അടുത്ത കോൺഗ്രസിലെ ദുരന്തം സന്ദീപ് വാര്യരായിരിക്കും.